അധമജീവികളെ വേട്ടയാടുന്ന നരകത്തിന്റെ പുത്രൻ ഹെൽബോയ്. നിങ്ങളിൽ പലരും ഹെൽബോയ് സിനിമകൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ എളുപ്പം വായിച്ചു തീർക്കാൻ സാധിക്കുന്ന മികച്ച ഒരു പാരനോർമൽ കോമിക് സീരീസ് കൂടിയാണ് ഹെൽബോയ് എന്ന് എത്ര പേർക്കറിയാം? കോൺസ്റ്റന്റൈനും ജസ്റ്റിസ് ലീഗ് ഡാർക്കും ഒക്കെ പോലെ. സോ ഹെൽബോയുടെ ലേറ്റസ്റ്റ് മൂവി റിലീസാകുമ്പോൾ എന്താണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിൻ സ്റ്റോറി? സിനിമ കാണുന്നതിന് മുൻപ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഈ ക്യാരക്ടർ ബാറ്റ്മാനെയും സൂപ്പർമാനെയും കോപ്പി അടിച്ചതാണോ? അങ്ങനെ രസകരമായിട്ടുള്ള കുറച്ച് ഹെൽബോയ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ചിത്രകഥകൾ വായിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഗംഭീര സീരീസാണ് ഹെൽബോയ്. 1993 മൈക്ക് മിഗ്നോള ഡാർക്ക് ഹോഴ്സ് കോമിക്സിന് വേണ്ടി സൃഷ്ടിച്ച ഒരു സൂപ്പർ ഹീറോ ആണ് ഹെൽബോയ്. മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്ന് വ്യത്യസ്തമായി ഗോത്തിക് ഹൊറർ പശ്ചാത്തലമാണ് ഹെൽബോയുടേത്. അത് കഥാപാത്ര രൂപീകരണത്തിലും കഥാപാത്ര നിർമ്മിതിയിലും കഥാസന്ദർഭങ്ങളിലും അടക്കം അടിമുടി നിറഞ്ഞു നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗോത്തിക് ഹൊറർ എന്നത് ഹെൽബോയ് ലോകത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. സൂപ്പർ ഹീറോ ആണ് ഹെൽബോയ് എങ്കിലും അദ്ദേഹത്തിന്റെ കഥകൾ നമ്മുടെ മുന്നിൽ ചുരുളഴിയുമ്പോൾ ലോകം കണ്ട ഏറ്റവും മികച്ച പാരനോർമൽ ഡിറ്റക്റ്റീവ് ആണ് ഹെൽബോയ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹെൽബോയ് കഥകളുടെ പ്രധാന പശ്ചാത്തലം ഭൂമിയും നരകവുമാണ്. കഥാപാത്രങ്ങളാവട്ടെ നാസികളും മന്ത്രവാദികളും പിശാചുക്കളുമെല്ലാം. കഥയുടെ കാലഘട്ടം 2ാം ലോക മഹായുദ്ധം മുതൽ ആരംഭിക്കുന്നു. എന്നാൽ ഹെൽബോയ് ജനിക്കുന്നത് 1574 സാറ ഹ്യൂസ് എന്ന് പറയുന്ന മന്ത്രവാദിനിയായിരുന്നു അവൻ്റെ അമ്മ. നരകത്തിന്റെ ആർച്ച് ഡ്യൂക്കായിരുന്ന അസേൽ എന്ന ഡീമന്റെ ഭാര്യയായി കഴിഞ്ഞിരുന്ന അവർക്ക് അയാളിൽ നിന്നുണ്ടായ കുട്ടിയാണ് അനാങ്കുരാമ അല്ലെങ്കിൽ ഹെൽബോയ്. അസൈസൽ എന്ന ഡീമനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം ഈ ഒരു ക്യാരക്ടറിനെയും ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ എക്സ്മെനിലൊക്കെ കണ്ടിട്ടുള്ള അസൈസൽ ക്യാരക്ടറിനോട് സിമിലർ ആയിട്ടുള്ള റെഡ് സ്കിന്നും വാലുമൊക്കെയുള്ള ലുക്ക് ഹെൽബോയ്ക്ക് വരാൻ കാരണവും ഇതാകാം. പക്ഷേ അതൊരു സുഖപ്രസവമൊന്നും ആയിരുന്നില്ല. പ്രഗ്നന്റായി മരണക്കിടക്കയിൽ കിടന്നിരുന്ന സാറയെ അസൈൽ നരകത്തിൽ കൊണ്ടുപോയി ജീവനോടെ ചാമ്പലാക്കിയപ്പോഴാണ് ഹെൽബോയ് ജനിച്ചത്. ജനിച്ച ഉടനെ തന്നെ ആ ഡീമൻ തൻ്റെ പിഞ്ചു കുഞ്ഞിൻ്റെ വലത് കൈ അറുത്തുമാറ്റി അതിനു പകരം ഹാൻഡ് ഓഫ് ഡൂം എന്നറിയപ്പെടുന്ന ഒരു മാജിക്കൽ വെപ്പൺ വെച്ച് റീപ്ലേസ് ചെയ്തു. ഒഗ്ഡ്രു ജഹാദ് എന്നറിയപ്പെടുന്ന ഒരു ഭീമാകാരനായ ഭീകര സത്വത്തിനെ റിലീസ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിൻ്റെ താക്കോലാണ് ഈ ഒരു റൈറ്റ് ഹാൻഡ് ഓഫ് ഡൂം. പിന്നീട് കാലങ്ങൾക്ക് ശേഷം 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികളുമായി ചേർന്ന് നരകശക്തികളെ ഉപയോഗിച്ച് ലോകം കീഴടക്കാൻ ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന ആൾ കുട്ടി ഹെൽബോയെ സമ്മൺ ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഈ സമയത്ത് ഈ ലക്ഷ്യം പരാജയപ്പെടുത്താൻ ഇവിടെ എത്തിയ സഖ്യശക്തികളുടെ പാരനോർമൽ വിങ്ങിലെ മെമ്പറായ പ്രൊഫസർ ട്രെവർ ബർട്ടൺ ഹോം ഹെൽബോയ് എന്ന പേര് നൽകി അവനെ ഒരു മനുഷ്യ സ്വഭാവത്തിൽ വളർത്തുന്നു. പൂർണ്ണമായും ഒരു ഒറിജിനൽ സൃഷ്ടിയാണ് ഹെൽബോയ് എങ്കിലും നമുക്കതിൽ വ്യക്തമായി ബാറ്റ്മാനെയും സൂപ്പർമാനെയും കാണാൻ സാധിക്കും. നരകത്തിൽ നിന്ന് ഭൂമിയിലെത്തപ്പെട്ട ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ഹെൽബോയുടെ ആരംഭം. അദ്ദേഹത്തെ പ്രൊഫസർ ട്രെവർ എടുത്തു വളർത്തുന്നു. അസാമാന്യ ശക്തിയുള്ള ഹെൽബോയ് രൂപത്തിൽ മനുഷ്യനല്ല എങ്കിലും ജീവിതശൈലിയിൽ മനുഷ്യനായി മാറുന്നു. അവനിൽ മാനുഷിക മൂല്യങ്ങൾ വളരുന്നു. പലപ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും അവൻ മനുഷ്യരെ സ്നേഹിക്കുന്നു. ഇതുതന്നെയല്ലേ സൂപ്പർമാൻ്റെ ആശയവും. കഥാപാത്ര രൂപീകരണത്തിലാണ് സൂപ്പർമാൻ ഹെൽബോയ്ക്ക് പ്രചോദനമാകുന്നതെങ്കിൽ കഥാ പശ്ചാത്തലത്തിലും അവതരണത്തിലുമൊക്കെയാണ് ബാറ്റ്മാൻ കഥകളെ നമ്മൾ കാണുക. ഹെൽബോയുടെ നഗരവും ഗോത്തം സിറ്റി പോലെ ഇരുണ്ടതും ദുഃഖങ്ങൾ നിറഞ്ഞതുമാണ്. രണ്ടുപേരും ലോകം കണ്ട മികച്ച കുറ്റാന്വേഷികൾ തന്നെ. ഒരാൾ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ മറ്റേയാൾ പിശാചുക്കളുടെ കാര്യത്തിലാണ് എന്ന് മാത്രം. മാത്രമല്ല പലപ്പോഴും ഭൂതകാലം ഭീകരമായി രണ്ടുപേരെയും വേട്ടയാടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബാറ്റ്മാൻ കഥകളിൽ കാണാൻ സാധിക്കാത്ത ഒരുതരം ഡാർക്ക് ഹ്യൂമർ ഹെൽബോയ് കഥകളുടെ ഐഡന്റിറ്റിയാണ്. എങ്ങനെ മനോഹരമായി മറ്റു കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഒറിജിനൽ വർക്ക് ഉണ്ടാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹെൽബോയ്. എന്നാൽ ബാറ്റ്മാൻ സൂപ്പർമാൻ കഥകൾ പോലെ കടൽ പോലെ കിടക്കുന്ന കഥയല്ല ഹെൽബോയുടേത്. പ്രധാനമായും 3 സീരീസുകളാണ് ഹെൽബോയ്ക്കുള്ളത്. മെയിൻ സീരീസിൽ 57 ഇഷ്യൂസ് ഉണ്ട്. 2011 അവസാനിച്ച ഈ സീരീസിൽ കഥാപാത്രത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ആർക്ക് കിട്ടും. അതിനുശേഷം ആരംഭിച്ച സീരീസാണ് ഹെൽബോയ് ആൻഡ് BPRD. ഇതിൽ കൂടുതലും ഡിറ്റക്റ്റീവ് കഥകളാണ്. ഇതല്ലാതെ ഒരു പറ്റം മിനി സീരീസുകളും സീസൺ സ്പെഷ്യലുകളും വൺ ഷോട്ടുകളും ഉണ്ട്. ഹെൽബോയ് കോമിക്സ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ 57 ഇഷ്യൂസ് ഉള്ള മെയിൻ സീരീസ് വായിക്കുക. ഒപ്പം ഗിലെർമോ ഡെൽ ടോറോ സംവിധാനം ചെയ്ത 2 ലൈവ് ആക്ഷൻ സിനിമകളും കാണുക. ഹെൽബോയ് ആൻഡ് ദി ഗോൾഡൻ ആർമി എന്നീ സിനിമകൾ ആ കാലഘട്ടത്തിലെ മികച്ച പാരനോർമൽ ആക്ഷൻ സിനിമകളായിരുന്നു. ഡെൽ ടോറോ ഒരു ട്രെലോജിയാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും പതിവ് പോലെ സ്റ്റുഡിയോ സഹായിച്ച് അത് നടന്നില്ല. ഇവയോടനുബന്ധിച്ച് വന്ന 2 അനിമേറ്റഡ് സിനിമകളുമുണ്ട്, സോർഡ് ഓഫ് സ്റ്റോംസും ബ്ലഡ് ആൻഡ് അയണും. പിന്നീട് 3ാമത്തെ സിനിമയ്ക്ക് പകരം
ഹെൽബോയ് ഫ്രാഞ്ചൈസി റീബൂട്ട് ചെയ്ത് 2019 ഡേവിഡ് ഹാർബർ ഹെൽബോയ് ആയി വന്നു. ഡാർക്ക്നെസ് കോൾസ്, ദി വൈൽഡ് ഹണ്ട്, ദി സ്റ്റോം ആൻഡ് ദി ഫ്യൂരി തുടങ്ങിയ കോമിക് ബുക്കുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്ന ഈ ഒരു R-rated മൂവി പക്ഷേ ഒരു ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു. ഡെൽറ്റോറോയുടെ മൂവിയിലെ ഹെൽബോയ് രൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം റീവാച്ച് വാല്യൂവും ഈ ഒരു മൂവികൾക്കുണ്ട്. അതേപോലെ തന്നെ ഏബ് സാപ്പിയൻ പോലെ മികച്ച സൈഡ് ക്യാരക്ടേഴ്സിന്റെ സാന്നിധ്യവും. ഇതൊന്നും തന്നെ 2019 ഇറങ്ങിയ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ബോക്സ് ഓഫീസ് ദുരന്തത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാകണം സ്റ്റുഡിയോ ഇപ്പോൾ പുതിയ സിനിമ ഇറക്കുന്നത്, ഹെൽബോയ് ദി ക്രൂക്കഡ് മാൻ. സെയിം പേരുള്ള കോമിക് സീരീസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിന്റെ കഥ വരുന്നത്. പാരനോർമൽ ഡിറ്റക്റ്റീവ് വശത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു വരുന്ന ഈ ഒരു സിനിമ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഹെൽബോയ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.